കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആളുകൾ എപ്പോ കാണുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് തന്നെ, നീ ഒന്ന് റീവൈൻഡ് ചെയ്തേ. എടാ, ഇവൻ ആമറിനെ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. എന്തായി കത്തനാരെന്തായി? കഴിഞ്ഞോ? കഴിയാറായില്ലേ? ഇതിപ്പോ കുറെ നാളായല്ലോ. വളരെ ശരിയാണ് കേട്ടോ. എന്താ കാര്യം? എന്റെ മജീദേ, ഇത് ഐറ്റം വേറെയാ. എനിക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവ് ചെയ്ത് അതൊന്നും പറ. മര്യാദക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കത്തനാര് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സീരിയൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ കത്തനാരൊന്നും അല്ല ഈ കത്തനാര്. ചെറിയരാമനായരെ ഒന്ന് ഉറപ്പിച്ചോളൂ. കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാ കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ, ഭയപ്പെടണ്ട. ആശ്വാസമായി. ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. ഫ്ലാഷ് ബാക്ക്. പക്ഷെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം കേവലം ഒരു പ്രീസ്റ്റ് അല്ല, ഒരു പുരോഹിതനല്ല, ഒരു പാതിരിയല്ല എന്നും അതിതീവ്രമായിട്ടുള്ള ചില മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി. ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപ്പെടുത്തിയിരിക്കുന്നു. Now it makes sense. Now it makes sense. അതായത് നമ്മൾ ഇതുവരെ ഐതിഹ്യമാലയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സീരിയലിലോ ഒന്നും കേൾക്കാത്ത ഒരു കത്തനാരെയാണ് ഞാൻ കേട്ടത്. അതാണ് എന്നെ അതിലേക്ക് താല്പര്യമുള്ള ആളാക്കിയത്. രണ്ടായാലും സംഗതി കലക്കി കാണാനൊരു ഹറുണ്ട്. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. വേണാട് ആപത്തിലാണ്. എന്റെ പൊണ്ണെന്ത് കിട്ടുവാളേ. വെറുതെ ഫയറാണ് ഏട്ടാ. എന്നാ പിള്ളച്ചനൊന്ന് ഉറപ്പിച്ചോ. കത്തനാർ ലോക സിനിമയിലേക്കുള്ള ഇന്ത്യൻ സിനിമയുടെ, ഞാൻ മലയാളം സിനിമ എന്നല്ല പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും സിനിമ. ജോർ അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. എന്റെ അമ്മോ, അങ്ങനെ ഈ മുതലേ ഒന്ന് കാണാനും പറ്റി. വരുമല്ലോ, വരണമല്ലോ. ഇല്ലോളം താമസിച്ചാലും വന്നല്ലേ. കത്തനാരെ കുറിച്ച് ഏതൊക്കെ ഇൻഫർമേഷൻസ് നമുക്കുണ്ടോ ആ ഇൻഫർമേഷൻസിന്റെ ഇടയിൽ അതിൽ ചില സൈലൻസസ് ഉണ്ട്. ഐതിഹ്യമാലയിലും കത്തനാരുടെ കഥ പറയുമ്പോൾ ചില അർത്ഥഗർഭമായ നിശബ്ദതകളുണ്ട്. അല്ല, അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. സംഭവം എപ്പെട്ട പോണേട്ടാ. SLC എഴുതാൻ പോണ ചെക്കനാ ഏസ് കിട്ടും. ഇയാള് ഭയങ്കരനാട്ടാ, ഭയങ്കരനാ. അന്യായം അണ്ണാ, അന്യായം. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ല. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ടു തള്ളിയോ? പൊളിച്ചു മോനെ. ബാബു കലക്കി. ഒരുപാട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പോലെ തന്നെ സിനിമ കാണുന്നവർക്കും ഇതൊരു പുതിയ അനുഭവമാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇതൊരു നല്ല ചിത്രമാക്കാൻ വേണ്ടിയാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും പ്രയത്നിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അനുഗ്രഹിച്ചാലും. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു സാർ.